അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോവുകയാണല്ലോ. അപ്പോൾ അതിന് മുന്നേ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് മാർക്കാൻ സേവിലാണ് ആദ്യം പോയത്. പിന്നെ ഞങ്ങൾ ലുലുവിലും പോയിട്ടുണ്ടായിരുന്നു. അറ കുറ കടകളിലൊക്കെ കയറി ഇറങ്ങി ഷോപ്പിംഗ് ഒക്കെ പെട്ടെന്ന് തീർത്തു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. ആരുടെയും ലിസ്റ്റൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഇരിക്കുന്ന ചെക്കൻ കൊള്ളല്ലേ, പക്ഷെ അവൻ താല്പര്യവശയല്ലായിരുന്നു ഗൈസ്. കാരണം ലഗേജിൽ ഇച്ചിരി വെയിറ്റ് കൂടുതലായിരുന്നു. പിന്നെ അവനെ കണ്ണുരുട്ടി കാണിച്ചു പോയി, രക്ഷയില്ല. നൈസായിട്ട് ലഗേജ് സൈഡിൽ കൊണ്ടുവന്ന് വെച്ച് അതിനകത്ത് കുത്തി നിറച്ചിരുന്ന കുറച്ച് ഈന്തപ്പഴത്തിനെയൊക്കെ മാറ്റി ഹാൻഡ് ബാഗിലേക്ക് ആക്കി. ബൈ ദ ബൈ ഹാൻഡ് ബാഗിൽ ഫുഡ് ഐറ്റം അലൗഡ് അല്ല. സത്യത്തിൽ ഈ ലഗേജിനേക്കാളും വെയിറ്റ് ഞങ്ങളുടെ ഹാൻഡ് ബാഗിനുണ്ട്. പക്ഷേ ഞങ്ങൾ തളരാതെ പതറാതെയാണ് അതൊക്കെ പിടിച്ച് അവിടെ നിന്നിരുന്നത്. എങ്ങാനും തൂക്കി നോക്കിയാൽ തീർന്ന്. പിന്നെ ലഗേജൊക്കെ ഓക്കെ ആയി. അങ്ങനെ ആ ലഗേജൊക്കെ കയറ്റി വിട്ടു. അങ്ങനെ അത് പോയി. പിന്നെ സുഖമായിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് കയറി. ഡ്യൂട്ടി ഫ്രീയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്തായാലും അവിടെ ഇച്ചിരി നേരം സ്പെൻഡ് ചെയ്യുമല്ലോ. ഞാനൊരു മദ്യവിരോധിയാണ്, പക്ഷേ അതൊക്കെ ഇരിക്കണം കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഗൈസ്. പിന്നെ ഗേറ്റൊക്കെ തുറന്ന് ഇതുപോലെ സ്കൂൾ വിട്ടോലെ എല്ലാവരും ഓടി ഫ്ലൈറ്റിൽ കയറാനായിട്ട്. എല്ലാവർക്കും നാട്ടിൽ പോകാനുള്ള കൊതിയാണ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇത്രയും ശുഷ്കാന്തി ഉണ്ടാവില്ല. പിന്നെ രാത്രി 2:15 ഒമാൻ എയറിലായിരുന്നു ഞങ്ങൾ പോയത്. കൂരാക്കൂരിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഞാനിരുന്ന് സിനിമ കണ്ടു. പിന്നെ ഫ്ലൈറ്റ് മേലെ എത്തി കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ വന്നു. ഫുഡൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി. എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു കൊതി കൊണ്ട് എവിടെ എത്തി എന്നുള്ളത് ഞാൻ മാപ്പ് ചെക്ക് ചെയ്യും. ഇതാ കണ്ട ഗൈസ്, കറാച്ചി. ഞാൻ KGF മാത്രമേ കറാച്ചി കണ്ടിട്ടുള്ളൂ. പിന്നെ ഇവിടെ, പിന്നെ പോർബന്ദർ അറിയാലോ, ആരാ അവിടെ ജനിച്ചതെന്ന്. മാപ്പ് എടുത്ത് നോക്കുമ്പോഴെല്ലാം ഫ്ലൈറ്റ് പകുതിക്കായിരിക്കും നിൽക്കുന്നത്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന അവസ്ഥയിൽ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത് അനങ്ങണില്ലേ എന്ന്. പിന്നെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചും എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി. അപ്പം നല്ല നല്ല കണ്ടുപരിചയമുള്ള സ്ഥലങ്ങൾ. പക്ഷെ അങ്ങോട്ട് പോകാൻ നിന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ട്രിവാൻഡ്രം എത്തിയാൽ മതിയെന്നേ. പിന്നെ പതുക്കെ നേരം വെളുത്തൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഭാഗ്യം സിദ്ധിക്കാറുണ്ട്. എപ്പോൾ ഫ്ലൈറ്റിൽ കയറിയാലും കിട്ടുന്നത് വിൻഡോ സീറ്റായിരിക്കും. ആ വിൻഡോൻ്റെ അടുത്തായിട്ട് അതിൻ്റെ വിങ്സും കാണും. ആ വിങ്സ് തടഞ്ഞിട്ട് ഞങ്ങൾക്ക് പകുതി കാഴ്ചകൾ കാണാൻ കിട്ടാറ്. പിന്നെ നാട്ടിലെത്തി റബ്ബർ കാട് മലനിരകളൊക്കെ താണ്ടി ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ വീട് ട്രിവാൻഡ്രത്തിൻ്റെ അറ്റത്താണ്. ഇച്ചിരിയും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ്. എത്ര നാളുകൾക്ക് ശേഷം റബ്ബർ കാടൊക്കെ കാണുന്നത്. കണ്ടിട്ട് കൊത്തിയാണ്. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ.